നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്ന സമയത്ത് ആ വാഹനം ഓവർ ഹീറ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആയിട്ടുണ്ടോ നേരത്തെ എപ്പോഴെങ്കിലും, ഇതെങ്ങനെ നമുക്ക് ശരിക്കും അറിയാൻ സാധിക്കും? ശരിക്കും ഒരു കുഴപ്പിക്കുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, കാരണം നല്ല പണി അറിയാവുന്നൊരു മെക്കാനിക് അല്ലെങ്കിൽ നല്ല രീതിക്കാണ് ഇത് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് മുഹമ്മദ് ഹാഷിമാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഹൗ ടു ഐഡൻറ്റിഫൈ വൺസ് ഓവർ ഹീറ്റഡ് സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസ്, പ്ലീസ് എക്സ്പ്ലെയിൻ. നല്ലൊരു ചോദ്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഹീറ്റിംഗ് കാണിച്ചിട്ടുണ്ടെങ്കിൽ സർവീസ് റെക്കോർഡിലുള്ള വാഹനമാണെങ്കിൽ, അതായത് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുന്നൊരു വാഹനമാണ്, സർവീസ് റെക്കോർഡിൽ നമുക്കത് അറിയാൻ സാധിക്കും. പക്ഷേ പെട്ടെന്നൊന്നും പ്രത്യക്ഷത്തിൽ നോക്കി അറിയാൻ സാധിക്കത്തില്ല. പക്ഷേ പുറത്താണ് ഈ ഒരു വാഹനം ഓവർ ഹീറ്റ് വന്ന് സർവീസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഹെഡിൻ്റെ പോർഷൻ അല്ലെങ്കിൽ വാൽ കവറൊക്കെ വരുന്നതിൻ്റെ അവിടെയൊക്കെ ചെറിയ രീതിക്ക് ബോണ്ടെല്ലാം തേച്ചിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ തെർമോസ്റ്റാറ്റ് വാൽവ് വരുന്നതിൻ്റെയൊക്കെ ആ പോർഷനിലാണെങ്കിലും ചെറിയ രീതിക്ക് ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് മെയിനായിട്ടുള്ള റീസൺ. ഇനി നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു വാഹനത്തിൽ ഓവർ ഹീറ്റ് കാണിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് വാഹനം എപ്പോഴും, അതായത് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് എപ്പോഴും അതൊരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരിക്കണം. എപ്പോഴും എല്ലാ സാഹചര്യത്തിലും നമുക്കൊരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഓടിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓവർ ഹീറ്റ് വല്ല വാഹനത്തിൽ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലോവർ ഗിയേഴ്സിൽ RPM കൂട്ടി വാഹനം ഓടിച്ച് നോക്കുക എന്നുള്ളത്. അതായത് ഒരു സെക്കൻഡ് ഗിയറിലൊക്കെ ഇട്ട് നന്നായിട്ട് റേസ് ചെയ്ത് ഏകദേശം ഒരു 50 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വാഹനത്തിന് എന്തെങ്കിലും ഈ പറയുന്ന പോലെ ഒരു ഓവർ ഹീറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസോ കാര്യങ്ങളോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഹോസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് പ്രസ് ചെയ്ത് നോക്കുക. റബ്ബർ ഹോസസ് ആണ് വരുന്നത്, റേഡിയേറ്ററിൽ നിന്ന് വരുന്ന ഹോസുകളും കാര്യങ്ങളൊക്കെ നല്ല കല്ല് പോലെ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പിക്കുക ഇതൊന്നും ഹോസോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ് ചെയ്യുന്ന ഒരു വാഹനമല്ല, ഒരു എന്നാ പറയുന്നത് മെയിൻ്റെനൻസോ കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു വാഹനമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കഴിവത് ആ വാഹനം എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ റേഡിയേറ്റർ തുറന്നു നോക്കുന്ന സമയത്ത്, റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് തുറന്നു നോക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ കൂളൻ്റ് ആണെന്നുണ്ടെങ്കിൽ കൂളൻ്റെ ഒരു പ്രസൻസ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പെട്രോൾ വാഹനമാണെങ്കിൽ അത്യാവശ്യം ഒരു ഗോൾഡൻ യെല്ലോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രീൻ ആയിട്ടൊക്കെ തോന്നും. ആ ഒരു കളറൊക്കെയാണ് പ്രോപ്പറാണ് ആ കളർ ഫീൽ ചെയ്യുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് കൃത്യമായിട്ടുള്ള രീതിക്ക് റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇനി പച്ചവെള്ളം മാത്രമാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം ഇതെന്തോ പ്രശ്നം വന്നിട്ട് ഇതെടുത്ത് കളഞ്ഞ് പിന്നെ പച്ചവെള്ളം ഒഴിച്ചതായിരിക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ചെളി വെള്ളമാണെന്നുണ്ടെങ്കിൽ, ചെളിയാണെങ്കിൽ ഉറപ്പിക്കുക ഇത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണിയാനേ നേരം കാണത്തുള്ളൂ. അതായത് റേഡിയേറ്ററും തുറന്ന് നോക്കുക. അതിനകത്ത് സാധാരണ പച്ചവെള്ളം അല്ലെങ്കിൽ റേഡിയേറ്ററിനത് ചെളി പോലെ പിടിച്ചിരിക്കുകയാണെങ്കിൽ, ഈ ചെളിയുടെ കളർ നമുക്കറിയാമല്ലോ, അതുപോലത്തെ ചെളി വെള്ളമാണുള്ളതെങ്കിൽ ഒരു കാരണവശാലും ആ വാഹനം എടുക്കാതിരിക്കുന്നത് നല്ല. കാരണം എടുത്തതിന് ശേഷം നമുക്ക് പിന്നെ പണിയായിരിക്കും. അതായത് റേഡിയേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. ഈ പറയുന്ന പോലെ വാട്ടർ ജാക്കറ്റ്സിനകത്തൊക്കെ ചെളി കാണും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വാഹനം കുറേ ദൂരമൊക്കെ ഓടുന്ന സമയത്ത് ഓവർ ഹീറ്റ് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴിവതും നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത വാഹനം തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇതുപോലെ ഈ തട്ടിക്കൂട്ടിയൊക്കെ വെച്ചിരിക്കുന്ന വാഹനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രമിക്കാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്കറിയാം, ഇപ്പോൾ ഒരു പുതിയ വാഹനം എടുക്കുകയാണെങ്കിൽ ഒരുപാട് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ടാക്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ സെക്കൻഡ് എടുക്കുന്ന സമയത്ത് ഒരിക്കലും അത് നമുക്കൊരു തലവേദന ആകാതിരിക്കാൻ ശ്രമിക്കുക. അതായത് ഏത് നേരം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി സർവീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ആ വാഹനം എടുക്കുന്നതുകൊണ്ടൊരു ഗുണം ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ കാര്യങ്ങളും നോക്കിയെടുക്കുക. ഈ ഓവർ ഹീറ്റിൻ്റെ ഇഷ്യൂ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി ചെക്ക് ചെയ്ത് വാഹനം നല്ലതാണോ, നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു കണ്ടീഷൻ ആണോ എന്ന് കൂടെ നോക്കുക. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ ഇട്ടേക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക.